അതുപോലെ ലോകത്തിന് ഇന്ന് നല്ല ചിന്തകളുടെ വിളിച്ച് മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു ദേശത്തിൻ്റെ പേരാണ് ഭാരതം. ആയുധ ശക്തി കൊണ്ട് അന്യദേശങ്ങളെ കീഴടക്കി കൊള്ളയടിച്ചതിലൂടെയല്ല, ആത്മശക്തി കൊണ്ട് ലോകത്തെ മുഴുവൻ സ്വന്തം വീടായി, ചരാചരങ്ങളിലൂടെ സ്വന്തം സഹോദരങ്ങളായി കണ്ടു വിശ്വസാഹോദര്യം കൊണ്ടുമാണ് ഭാരതം. ഇന്ന് യുദ്ധങ്ങളുടെയും കണ്ണീരിൻ്റെയും വിലാപങ്ങളുടെയും ഇരുണ്ട വഴികളിലൂടെയാണ് ലോകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിക്കുണ്ടായ വിനാശകരമായ മാറ്റം മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്തായ ദർശനങ്ങളെ കൂട്ടുപിടിക്കുക എന്നതാണ്. ഭാരതത്തിൽ നിന്ന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അഹിംസയുൾപ്പെടെയുള്ള നമ്മുടെ സനാതന മൂല്യങ്ങൾ വീണ്ടെടുക്കുക എന്നതാണ്. ഗാന്ധിജിയെ, നെഹ്റുവിനെയും ടാഗോറിനെയും സ്വാമി വിവേകാനന്ദനെയും ശങ്കരാചാര്യയും ശ്രീനാരായണ ഗുരുവിനെയും മദർ തെരേസയും ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു തലമുറയിലൂടെ മാത്രമേ വരും കാലങ്ങളിൽ ഭാരതത്തിൻ്റെ ആത്മാവ് ജനിക്കുകയുള്ളൂ എന്ന് നാം വിസ്മരിക്കരുത്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ സമ്പത്ത് കൊണ്ടും സൈനിക ബലം കൊണ്ടും ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ വൻ ശക്തി എന്നഭിമാനിക്കുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു നാടായി നാം മാറും എന്നോർമ്മിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ മക്കളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.